മുനികളുടെ ജിജ്ഞാസയും സൂത പൗരാണികൻ്റെ ജ്ഞാനവും തുളുമ്പുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബ്രഹ്മവൈവർത്ത പുരാണത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും അത് കേൾക്കുന്നത് കൊണ്ടുള്ള ഫലത്തെക്കുറിച്ചും ശൗനകാദി മുനികൾ സൂതനോട് ചോദിക്കുന്ന ഭാഗമാണിത്. കിം ശ്രുതം കിം ച വിജ്ഞേയം കിം ച ജ്ഞാനേന ലഭ്യതേ ബ്രഹ്മവൈവർത്ത പാഠേ ച കിം ഫലം ലഭതേ ജനഃ. കിം എന്താണ്, ശ്രുതം കേൾക്കേണ്ടത്, ശ്രവണയോഗ്യമായത്, ച വിജ്ഞേയം അറിയപ്പെടേണ്ടത്, അറിവിന് പാത്രമായത്, ജ്ഞാനേന അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട്, ലഭ്യതേ ലഭിക്കുന്നത്, ബ്രഹ്മവൈവർത്ത പാഠേ ബ്രഹ്മവൈവർത്ത പുരാണം പഠിക്കുന്നതിലൂടെയോ പാരായണം ചെയ്യുന്നതിലൂടെയോ ഫലം പ്രയോജനം, ലഭതേ നേടുന്നു, ജനഃ ജനങ്ങൾ മനുഷ്യർ. സാരം എന്താണ് കേൾക്കേണ്ടത്, എന്താണ് യഥാർത്ഥത്തിൽ അറിയേണ്ടത്, ജ്ഞാനം കൊണ്ട് എന്ത് ലഭിക്കും, ബ്രഹ്മവൈവർത്ത പുരാണം പഠിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് എന്ത് ഫലമാണ് ലഭിക്കുന്നത്. ആത്മീയവും തത്വചിന്താപരവുമായ വിശദീകരണം. ഈ ശ്ലോകം ഒരു ശിഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണത്തെ കാണിച്ചു തരുന്നു. ജിജ്ഞാസ, അന്വേഷണം, ഇൻക്വയറി. കേവലം കഥകൾ കേൾക്കുകയല്ല മുനികളുടെ ലക്ഷ്യം. കിം വിജ്ഞേയം എന്താണ് അറിയേണ്ടത് എന്ന ചോദ്യത്തിലൂടെ അവർ പരമമായ സത്യത്തെ, അൾട്ടിമേറ്റ് ട്രൂത്തിനെ തിരയുകയാണ്. ശ്രവണവും മനനവും. ശ്രുതം കേൾവി എന്നത് വിദ്യയുടെ ആദ്യ ഘട്ടമാണ്. വിജ്ഞേയം എന്നത് കേട്ടതിനെ വിശകലനം ചെയ്ത് ബോധ്യപ്പെടലാണ്. ഫലം, ദ പർപ്പസ്. ഏതൊരു കർമ്മവും ഫലത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആത്മീയ പാതയിൽ മനസ്സിൻ്റെ ശുദ്ധിയും ഈശ്വര സാക്ഷാത്കാരവുമാണ് ഏറ്റവും വലിയ ഫലം. ബ്രഹ്മവൈവർത്ത പുരാണം പഠിക്കുന്നതിലൂടെ ഭക്തിയും ജ്ഞാനവും എങ്ങനെ കൈവരുന്നു എന്ന് മുനികൾ ആരായുകയാണ്. ഗുരുനാഥൻ എന്ന നിലയിൽ ഒരു ചിന്ത. നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. വാർത്തകൾ, കലഹങ്ങൾ, വിനോദങ്ങൾ. എന്നാൽ അതിലെത്രത്തോളം വിജ്ഞേയം അഥവാ അറിയാൻ യോഗ്യമായതുണ്ട്? അനാവശ്യമായ വിവരങ്ങളെ ഒഴിവാക്കി ആത്മീയമായ അറിവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഈ ശ്ലോകം നമ്മെ പ്രേരിപ്പിക്കുന്നത്. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.